ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാനൊരുങ്ങുമ്പോൾ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ് എത്തിയത് RSSന്റെ പിന്തുണ തന്നെയാണ്. സംസ്ഥാന നേതൃത്വം അവസാനം വരെ ശ്രീലേഖയ്ക്ക് വേണ്ടി വാദിച്ചു. പക്ഷേ RSS വഴങ്ങാൻ കൂട്ടാക്കിയില്ല. കാരണം KS ശബരിനാഥൻ പോലെ കരുത്തുറ്റ പാർലമെൻ്ററി പരിചയമുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ VV രാജേഷിനും GS ആശാനാഥനും നേരിടേണ്ടി വരുന്നത് ഈ ഭരണ പരിചയമുള്ള പ്രാഗൽഭ്യമുള്ള നേതാക്കന്മാരെ തന്നെയാകും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. തലസ്ഥാനത്തെ BJPയുടെ സൗമ്യമുഖം, കോർപ്പറേഷനിലെ പ്രതിപക്ഷ സമരങ്ങളുടെ നായകൻ, BJP സംസ്ഥാന സെക്രട്ടറി, യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ, BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ്, ചാനൽ ചർച്ചകളിൽ BJPയുടെ ശക്തമായ മുഖം, ഇതൊക്കെയാണ് VV രാജേഷിന്റെ വിശേഷണങ്ങൾ. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥിയുമായിരുന്നു VV രാജേഷ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂജപ്പുര വാർഡിൽ നിന്നായിരുന്നെങ്കിൽ ഇത്തവണ വിജയം ഉറപ്പിച്ചത് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ്. മേയർ ചർച്ചകളിൽ VV രാജേഷിന്റെ പേരിനൊപ്പം ഉയർന്നു വന്ന പേരായിരുന്നു ശ്രീലേഖയുടേത്. എന്നാൽ രാജേഷിനുള്ള രാഷ്ട്രീയ പരിചയസമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവുമാണ് നറുക്ക് രാജേഷിന് തന്നെ വീഴാൻ കാരണം. മേയറെ തീരുമാനിക്കുന്നതിൽ RSSന്റെ ഇടപെടലാണ് നിർണായകമായത്. RSSന്റെ പിന്തുണ VV രാജേഷിനായിരുന്നു. വഴുതക്കാട് വുമൺസ് കോളേജിലെ ABVPയുടെ തീപ്പൊരു നേതാവായിരുന്നു GS ആശാനാഥ്. 2016 പാപ്പനംകോട് ഉപതെരഞ്ഞെടുപ്പിലാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ തുടക്കം. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആശാനാഥ് തലസ്ഥാനത്തെ BJPയുടെ യുവമുഖം കൂടിയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.